മറ്റേ മറ്റേ ആ പന്നിയുടെ കേസ് പോയി. അത് ഞാൻ പോയി. അവര് പറ്റിക്കുന്ന ഏർപ്പാടാണ്. അപ്പൊ ഞാൻ ഒന്നുമില്ല. വേറെ കാര്യമുണ്ട്. നമ്മള് ഈ പറഞ്ഞ പോലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എനിക്കറിയാം. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർപ്പിന്റെ പരിപാടിയാണ്. വിയർക്കും. എനിക്ക് വിയർപ്പിന്റെ അസുഖം പണിക്ക് എനിക്ക് പണിക്ക് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വീട്ടിൽ കറക്റ്റായിട്ട് അച്ഛനും അമ്മ അധ്വാനിക്കുന്നുണ്ട് അല്ലയോ? അങ്ങനല്ല ഞാൻ പറഞ്ഞറിഞ്ഞത്. നിന്റെ അച്ഛനും അമ്മ അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട്. നീ അത് അവരെ തിന്ന് സഹായിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിടുക. അതെന്താ പെട്ടെന്ന് പോണോട്ടാ, രാവിലെ കല്യാണത്തിന് പോയതാ. ഈ കാര്യം പറയട്ടെ. എടേ രാവിലെ കല്യാണത്തിന് പോയതാ, വീട്ടിൽ നിന്ന് വെളുപ്പങ്കാലത്ത് ഇറങ്ങിയതാ. കല്യാണത്തിന് പോയല്ലോ, അതായിരിക്കും സൂ ഒക്കെ ഇട്ടുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞേക്ക്, നിന്റെ ഒരു 140 രൂപ എടുക്കാനുണ്ടോ? 140 ഉണ്ടോ? എന്തിനാണ് ഷെയറിടാനാ? ഷെയറോ കൂച്ചന്റെ കാര്യമല്ലോ, നിനക്കറിയാലോ. ഞാൻ അടി നിർത്തി വെച്ചേക്കുവാ. പകൽമാന്. അങ്ങനെ ആയിക്കോട്ടെ, പകൽമാന് ആയിക്കോട്ടെ. എടാ പറയുന്നേ അങ്ങോട്ട് കേക്ക്. അതിനൊന്നും അല്ല, കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം കാണാൻ വരാൻ താല്പര്യമുണ്ടോ? എനിക്കൊക്കെ ഭ്രാന്താടാ. എടാ അത് കണ്ടവര് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസം നിക്കർ മുള്ളിയ നടക്കുന്നതെന്ന്. വേറെ ഒന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്ക്, നിക്കർ ഇടുന്നവനല്ലേ നിക്കറേ മുള്ളന്നേ. അപ്പൊ നിനക്ക് ആ കാര്യത്തിൽ പേടിക്കണ്ട. എനിക്കൊരു റിസ്ക്. ഞാൻ പറഞ്ഞൊന്നും കേക്കില്ല, അതൊന്നും അല്ല. രക്തരക്ഷസ് നാടകം എന്ന് പറയുമ്പോ ഇതൊരു നടന്ന കഥയാ. നടന്നതോ അത് കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നളിയാ കിടന്നുറങ്ങത്തില്ലേ? നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താൽ, നമുക്ക് എത്ര കഷ്ടപ്പെട്ടെന്നിട്ട് ഇവനെ കൊണ്ടുപോകണം. ഇവന്റെ പേടിയൊന്നും മാറ്റി, ഇവന്റെ പേടി മാറ്റിയെടുക്കണം. എടാ നിന്റെ പൈസ ഞങ്ങൾ ഇട്ടോളാം, വരാവോ? പൈസയുടെ അല്ല, കപ്പലണ്ടി വാങ്ങിക്കാൻ. ചൂട് കപ്പലണ്ടിയുടെയും കിപ്പലണ്ടിയുടെയും പൈസയുടെ അല്ല. എനിക്ക് പേടിയില്ല. ശരി, നിനക്ക് പേടിയില്ലെങ്കിൽ നിന്റെ ആണത്തം ഒന്ന് കാണട്ടെ. നീ വിളിക്കാന്ന് പറയാം. നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? അല്ലെങ്കിൽ ആണത്തെ പോയി കളിക്കല്ലേ. നിനക്ക് വരാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ നീ വരുമോ? ഒരു കാര്യം ചെയ്യ്, എന്താ എനിക്കല്ല നിങ്ങൾക്ക് ധൈര്യത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ വരാം. ശരി, ആയിക്കോട്ടെ. ആണ് നീ ഒരു ഉപകാരം ചെയ്യണം. നിന്റെ 150 ഞാൻ ഇട്ടോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തോന്ന്? എനിക്ക് പാൻ വയ്യ. നീ ആ സുരേഷിന്റെ അടുത്ത് പോയി സൈക്കിൾ ഒന്ന് വാങ്ങിക്കണം. നടക്കണം, ദൂരമുണ്ട്. എനിക്ക് വയ്യേ. അവനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചിടാമോ? 10-50 തരാം. നിനക്കാകുമ്പോൾ പറ്റും. ഈ പോഴന്മാരെല്ലാം കൂടെ ചേരും. നിനക്ക് വാങ്ങിക്കാൻ വേണ്ട സൈക്കിള്. ഈ സൈക്കിള് മേടിച്ചാൽ ആര് ചവിട്ടും? ഞാൻ ചവിട്ടും. അത് ശരി, നീ ഒന്ന് ഇരുന്ന് തന്നാ മതി, ഞാൻ ചവിട്ടിക്കോളാം. ഞാനിരിക്കാം കേട്ടാ. എടാ 3 കിലോമീറ്റർ സൈക്കിള് ഫുള്ള് 1 മണിക്കൂർ കൊണ്ട് 3 കിലോമീറ്റർ ഓടിച്ച് സമ്മാനം വാങ്ങിച്ചവനായി ഞാൻ. സർക്കസിലായിരുന്നു എനിക്ക് ജോലി. അങ്ങോട്ട് പോടാ. നാടാൻ കണ്ടിട്ടുള്ളൂ. നീ പോന്ന വഴി ഒരു കുപ്പിയിലെടുത്തോ, പെടുക്കാം. ആണത്തെ ജോയിൻ ചെയ്യല്ലേ കൊറേ പേരുകള്. എന്നെ പേടിക്കാം. ഞാൻ മുമ്പേ നടക്കട്ടെ. ഇവന്റെ പേടി ഇന്ന് മാറ്റണം. ഇവന്റെ പേടി എന്നെ വീണ്ടും പുറകോട്ടാക്കല്ലേ. കൂടെ നിക്കണേ. പേടിയില്ലെന്ന് പറഞ്ഞ വിദ്വാൻ ഇപ്പൊ നല്ല വെട്ടം വെളിച്ചൊക്കെ തിരിച്ചു വരുമ്പോ കുറ്റാകൂരി ഇരുട്ടായിരിക്കും. എന്റെ കാര്യം ചേച്ചി നോക്കിയോളൂ. ഇല്ലടോ, എന്നെ വീട്ടിൽ കൊണ്ടാക്കണേ. പിന്നെ അടുത്ത ഷട്ടറും അടച്ചു. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടല്ലേ കടകളും അടച്ച്. ഇനി ഇരുട്ട. നിങ്ങക്ക് 2 കലാബോധമല്ലാത്ത നിന്റെ കാര്യം പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല. എന്തോടാ മുമ്പോട്ട് ഭയങ്കര ഇരുട്ടാണെന്ന്. എടാ ഈ രാത്രിയിൽ പിന്നെ എന്തോ ഇരുട്ടല്ലാതെ പിന്നെ എന്തോ വെളിച്ചം വരുമോ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ടോർച്ചെങ്കിലും എടുത്തോ കയ്യിലേക്ക്. എന്തിനാ ടോർച്ച്? എന്തോത്തിനാ? വെട്ടമില്ലാതെ തപ്പി തടഞ്ഞു പോകുമോ? പറഞ്ഞ ഇതൊക്കെ കണ്ട് മൂത്രമൊഴിക്കാനും മുട്ടില്ല. മൂത്രവഴി വന്നിട്ട് പെടുക്കരുത്. മൂത്രവഴി. എനിക്ക് കുപ്പി മുള്ളിയ ശീലമുള്ളൂ. മറ്റതാ. വാ നീ വാ, കാര്യാക്കണ്ട. പിന്നെ കഴിച്ചോ? ഒരു വക കഴിച്ചിട്ടില്ല. നമുക്ക് തട്ടുവശം എല്ലാം കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. ഞാൻ വന്നാൽ ശരിയാവത്തില്ല. ഞാൻ വിളിക്കാം. ഞാൻ അവരെ അച്ഛനുമായിട്ട് അത്ര രസത്തിലല്ല.
സാരമല്ല. അവനെ കൊണ്ട് നശിപ്പിക്കുന്ന ഞാനെന്നാ ഒരു അച്ഛൻ പറയും. ആ ശരിയല്ലേ ഇയാള് പറഞ്ഞേ. ശരിയെന്നാ നീ വിട്ടോ. ഒരു കാര്യം ചെയ്യാം. സുരേഷ് എന്നോട്ടോ നല്ല സൈക്കിളൊക്കെ. സൈക്കിളൊക്കെ ഉള്ള എന്തോ നിങ്ങൾ രണ്ടുപേരല്ലേ അതെന്ത് ത്രിമൂർത്തികളായിട്ടാണല്ലോ നടക്കുന്നതെന്ന് ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. ചെറിയൊരു തലവേദന. പിന്നെ നിന്റെ ഈ സൈക്കിൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വേണം. എന്തിന്? ഒരു കല്യാണത്തിന് പോകാനാ നാളെ കോയമ്പത്തൂര്. എടാ ചുമ്മാ കവല വരുന്ന പാനാടാ. കവല വരെ പോന്നേ കൊള്ളാം, പോയിട്ട് പെട്ടെന്ന് കൊണ്ടുവരണം. നീയൊക്കെ കഴിഞ്ഞോട്ടം കൊണ്ടുവരാണ്ട് ഇതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ ഇപ്പൊ അത് വർക്കിംഗ് അല്ല. കുഴപ്പമില്ല, ഈ പ്രാവശ്യം ഇതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് അന്തസ്സായിട്ട് വണ്ടി സൈഡിൽ കൊണ്ടുവന്നാ മതി. നീയൊക്കെ കൊണ്ടുവന്ന നീ രക്തരക്ഷസ് നാടകം കാണാൻ വരുന്നു? ഏയ് ഞാനൊന്നും വരുന്നില്ല. അതെന്താ? ഏയ് നീ എന്റെ അമ്മാവിന്റെ കഥ എനിക്ക് അറിയത്തില്ലേ? ഇതേപോലെ വേദത്തിന്റെ എന്തോ നാടകം എന്തോ സിനിമ എന്തോ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ അമ്മാവിന്റെ കഴുത്തി പിടിച്ച് ഞങ്ങൾ ഞെക്കി. ഇതെല്ലാം കൂടെ കണ്ടിട്ട് വന്ന് രാത്രി ഇതാന്ന് പറഞ്ഞ് ഞെക്കി കൊന്ന്. എന്നിട്ട് പിന്നെ അമ്മാവിനെ എല്ലാരും ഭ്രാന്താന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രി കൊണ്ടിട്ട് അവിടുന്ന് ഇപ്പൊ ജയിലില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യും. ഞാനൊന്നും വരുന്നില്ല, ഞാനകത്ത് എന്റെ കട്ടിലും എല്ലാം കിടന്നോളാം. എന്റെ കാര്യമല്ലേ ഞങ്ങളവിടെ കെട്ടിപ്പിടിച്ച ഞാൻ പൊന്നെ പോലെ കൊണ്ടുവരണേ. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവനെ ശ്രീധരൻ കിട്ടിയ സൈക്കിളല്ലയോ? എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യും. നീ എന്നാലേ നിന്റെ ഭാര്യയ്ക്ക് എടുത്ത് പോയിട്ട് നിന്റെ കുഞ്ഞിപ്പാറുനെ കാണിച്ചിട്ട് നടക്കാം. ഞങ്ങൾ പോയിട്ട് വരാം. എളുപ്പമെങ്കിൽ വന്നാ മതി കണ്ടിട്ട് ഇതേപോലെ. ഒരു യക്ഷി എന്നല്ല. നീ എന്തോടെ തീ ആണോ പെടുത്തേ? പിന്നെ ഞാൻ പെടുത്തത് ഓർമ്മയുള്ളൂ. തീ എത്തി. കൊച്ചിനെ കേറ്. എന്തോടെ സംഭവിച്ചേ? എനിക്കറിയത്തില്ല. പേടിക്കണ്ട പേടിക്കണ്ട, കേറ് 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 കേറ്. എനിക്ക് പേടിയാവുന്നില്ല. നീ ഇറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഞാൻ പറഞ്ഞില്ലയോ ഇതൊന്നും കെട്ടുകഥകളല്ല, നമ്മൾ പെട്ട്. എടാ 30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പടിഞ്ഞാറൻ മലയിൽ മുട്ടക്കുന്നിന് മുകളിലൊരു മനയുണ്ടായിരുന്നു. അല്ല, അത് ഇവൻ ചോറുണ്ണാൻ വേണ്ടി ഇവന്റെ അമ്മ പറഞ്ഞ കഥയാണെന്നല്ലേ പറഞ്ഞു? എന്ന് നിന്റെ അമ്മ പറഞ്ഞോ? അതില്ല. അതൊക്കെ കെട്ടുകഥകളാണെന്ന് നിന്നോട് മറ്റാരെങ്കിലും പറഞ്ഞോ? ഇല്ല. എടാ, ചത്താൽ ചാവ് ശത്രുവാണെന്ന് കാരണവന്മാരിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ കളപ്പുരയിലേക്ക് ജോലിക്കായി കുറേ പെൺകുട്ടികളെ ഇറക്കിയിരുന്നു. ആ സമയത്ത് അവിടെ കാര്യസ്ഥനായിരുന്ന ഒരാളുടെ ചെറുമകളെ ആ പെൺകുട്ടിയെ പ്രണയത്തിലായതും ആ പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായതിനു ശേഷം പറക്കാൻ പറ്റാത്ത ആ പാവം പെണ്ണിനെ കൊന്നു തള്ളി ഒരു പൊട്ടക്കണ്ണിലിട്ട കഥ നിനക്ക് ഓർമ്മയുണ്ടോ? ഇതൊന്നും കെട്ടുകഥകളല്ല. അന്ന് അവൾ രക്തരക്ഷസായി മാറി. ഞാൻ പറയുന്നത് സത്യമാ, എന്നെ വിശ്വസിക്ക്. എനിക്ക് പേടിയാവും. എനിക്ക് നിൽക്കാൻ വയ്യ. നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെക്കാട്ടി പേടിച്ച് വരണ്ടല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നേ. നമുക്ക് പോവാ. നമുക്ക് ഇവിടുന്ന് പോവാ. നീ ഒന്ന് അടങ്ങിയിരിക്കും, ബാക്കിയുള്ളവരോടെ പേടിപ്പിക്കുമല്ലോ. നീ എന്തിനാ നീ ഒന്ന് മിണ്ടാതിരിക്കും. കൊല്ലാൻ കൊണ്ട് വണ്ടി വിടേ. നീ കിടന്ന് വാ വെക്കാതിരി. എങ്ങോട്ടെങ്കിലും പോ.